ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതൊരു 40-45 ഗ്രാം വരുന്ന പീസസായിട്ട് കട്ട് ചെയ്തതാണ്. നമ്മളെപ്പോഴും ബിരിയാണിക്ക് ബീഫ് എടുക്കുമ്പോൾ ഒരു 35 ഗ്രാമിനും 50 ഗ്രാമിനും ഇടയ്ക്കുള്ള പീസസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഗരം മസാല ഞാൻ ഫ്രഷായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് റെഡിമെയ്ഡായിട്ടുള്ള ഗരം മസാലയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതിലേക്ക് ഞാനൊരു 3 കഷ്ണം കറുവപ്പട്ട, 2 ഏലക്കായ, 2-3 സ്റ്റാർ അനീസ്, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു ജാതിപത്രിയുടെ പകുതി ഉണ്ടാവും, 4-5 ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇത്രയുമാണ് ഗരം മസാലയുടെ കൂട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് ചതച്ചെടുക്കുകയാണ്. നമ്മൾ 1 കിലോ ബീഫാണല്ലോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും ഇത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, എന്നാൽ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടണം. ഞാനിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ജാറിലോട്ട് തന്നെ ഞാൻ ഇതിനാവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചതച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഒരു 10-15 പച്ചമുളക് ചതയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് ഓരോരുത്തരുടെയും കണക്കനുസരിച്ചിട്ട് പച്ചമുളക് ചതച്ചെടുത്താൽ മതി. ഈ ബീഫ് ഞാൻ കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റുകയാണ്. കുറച്ച് നെയ്യോട് കൂടിയ പീസസാണ് എപ്പോഴും ബിരിയാണിക്കൊക്കെ നല്ലത്. എല്ലുകൂടി ചേർത്തിട്ടുള്ളതാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയുടെ കൂട്ട് അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം പപ്പായ ഗ്രേറ്റ് ചെയ്തത് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു ചെറിയ പീസായിട്ട് ഇട്ടാലും മതി. ഈ പപ്പായ ചേർക്കുന്നത് കൊണ്ട് വേറെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരത്തില്ല. ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഞാൻ എത്രയും പപ്പായയാണ് ചേർത്തേക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. ഞാൻ അരച്ച പച്ചമുളക് മുഴുവനായിട്ട് ഇതിൽ ചേർത്തിട്ടില്ല. ഒരു 10-12 മുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. അത് എരിവിന് ആവശ്യത്തിന് അന്നേരം ചേർത്താൽ മതി. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബാസ്മതി റൈസാണ്. അതിനൊരു ചെറിയ കളറും കൂടെ ഉള്ളതാണ് നല്ലത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ, ഇത് 2 സവോളയുണ്ട്, അതും 1 തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, അത്രയും തന്നെ പുതിനയില. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളിതിലേക്ക് ചേർത്ത സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അത്രയും നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്.
ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ചാൽ നന്നായിരിക്കും. ഈ സമയത്ത് നമുക്ക് ബിരിയാണി ലെയർ ചെയ്യുമ്പോൾ ചേർക്കാനായിട്ട് ആവശ്യത്തിനുള്ള സവോള ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഇത്രയും ഒരു ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കളർ ചേഞ്ച് ആവും. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടലായിട്ട് എനിക്ക് 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത്രയും നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോ പ്രാവശ്യം കിട്ടുന്ന ബീഫിൻ്റെ അനുസരിച്ചിട്ടിരിക്കും. സാധാരണ നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നന്നായിട്ട് ബീഫ് വെന്ത് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര സമയം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. ബിരിയാണിയിലെ പീസസ് ആകുമ്പോഴേ കുറച്ച് നന്നായിട്ട് വെന്ത് കിട്ടണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഞാൻ ഈ ബീഫ് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 600 ഗ്രാം അരിയുണ്ട്. ഇത് ഞാൻ 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെള്ളം തോർന്നതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്നതാണ്. ബാസ്മതി റൈസ് ആയതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ഒക്കെ കുതിർത്തിയാൽ മതി. കൈമ അരിയാണെങ്കിൽ കുറച്ച് സമയം കൂടെ കുതിർക്കുന്നത് നല്ലതായിരിക്കും. റൈസ് പ്രിപ്പയർ ചെയ്യാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ ഉള്ളി വറുത്ത ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി. ഇനി ആവശ്യത്തിനുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. 2 കഷ്ണം പട്ട, 3-4 സ്റ്റാർ അനീസ്, 8-10 ഗ്രാമ്പൂ, 7-8 ഏലക്കായ, കനം കുറച്ച് അരിഞ്ഞ 1 പിടി സവോള ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സ്പൈസസും സവോളയൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിത് വറ്റിച്ചെടുക്കാത്തത് കൊണ്ട് കുറച്ചധികം വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന അരിയുടെ ഒരു 3 ഇരട്ടി വെള്ളം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ അരി മുങ്ങിയിട്ട് കുറച്ചധികം വെള്ളം കൂടെ ഉള്ളതുപോലെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ബേ ലീഫ്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ റൈസ് പ്രിപ്പയർ ആയിട്ട് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴേ നമുക്കിനി അരി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇപ്പോൾ ഞാൻ അരി ഇട്ടിട്ട് 7 മിനിറ്റ് ആയിട്ടുണ്ട്. അരി ഒരു ഇത്തിരി കൂടി വേവാനുണ്ട്. ഒരു 80% ഒക്കെ വേകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തിട്ട് ദമ്മ് ചെയ്ത് ബാക്കി അതിലിരുന്ന് വെന്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ റൈസ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ദമ്മ് ചെയ്യാം. നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഒരു ലെയർ റൈസ് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഓനിയൻസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടി സ്പ്രെഡ് ചെയ്തിട്ട്
വീണ്ടും അടുത്ത ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒനിയൻ വറുത്തത്, അടുത്ത ഒരു ലെയറൂടെ റൈസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കാം. നമ്മുടെ റൈസ് മുഴുവനായിട്ടും വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ആ ദമ്മിലിരുന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ ദമ്മിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിലൂടെ കാണാൻ പറ്റും അടിയിലുള്ള വെള്ളമയമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചോറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ആ മസാല പുരളാത്ത റൈസ് ഇനി മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം മസാലയും ബീഫും എല്ലാം കൂടെ ഉള്ള റൈസ് ഉണ്ടല്ലോ, അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട് എടുക്കാൻ. നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്.